തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ തെക്ക് കിഴക്കായി മണ്ണുത്തിക്കും പാലിയേക്കര ടോൾ പ്ലാസയ്ക്കും മധ്യേ നാഷണൽ ഹൈവേയിൽ കുട്ടനെല്ലൂർ ബൈപ്പാസിൽ നിന്നും കിഴക്കോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പുത്തൂരിൽ തൃശൂർ സുവോളജിക്കൽ പാർക്കിന് തൊട്ടടുത്ത് ചോച്ചേരിക്കുന്നിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ക്ഷേത്രമാണ് കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത കേരള പഴനിയും പഴനി ക്ഷേത്രവും ഒരേ നേർരേഖയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. ജാതിമത ഭേദമന്യേ സ്വാമി ഭക്തരായ ഏവർക്കും മാന്യമായ ഏതൊരു വസ്ത്രവും ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശനാനുമതിയുള്ള മുരുകപ്പെരുമാൾ സന്നിധിയാണിത്. മുരുകൻ രാജാവായി വാണരുളുന്ന ഭാവത്തിലാണ് പ്രതിഷ്ഠ കുടികൊള്ളുന്നത്. കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിലേക്ക് അടിവാരം ഗണപതി കോവിലിൽ നിന്നുമുള്ള വിശാലമായ 239 സ്റ്റെപ്പുകൾ വഴി നടന്നു കയറിയും കൂടാതെ സ്റ്റെപ്പുകൾക്ക് തൊട്ടടുത്തുള്ള ഇടത്തും വലത്തുമുള്ള മറ്റ് 2 വഴികളിലൂടെ വാഹനങ്ങളിൽ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരാവുന്നതാണ്. പ്രകൃതിയാൽ ചെഞ്ചായം പൂശുന്ന ഈ കുന്നിൻ മുകളിലെ കാറ്റിനോടൊപ്പമുള്ള വർണ്ണാഭമായ ഉദയാസ്തമന കാഴ്ചകളും ക്ഷേത്ര ദർശനവും ഏതൊരു ഭക്തന്റെയും ഹൃദയം കവർന്ന് മനസ്സിനും ശരീരത്തിനും കുളിർമയും ശാന്തിയും സമാധാനവും ശക്തിയുമേകുന്നു. ഉപദേവതകളായി ചുറ്റമ്പലത്തിനകത്ത് ശ്രീ ഗണപതി, ശ്രീ പാർവതി, ശ്രീ പരമശിവൻ, ശ്രീരാമൻ, ശ്രീ ഹനുമാൻ, കൂടാതെ ചുറ്റമ്പലത്തിന് പുറത്തായി ശ്രീ നാഗരാജാവും ശ്രീ നാഗയക്ഷിയമ്മയും ശ്രീ ധർമ്മശാസ്താവും ഒപ്പം ഹിഡുംബനും ഗുളികയക്ഷ ഗന്ധർവന്മാരും ഈ സർവൈശ്വര്യ സന്നിധിയിൽ കുടിയിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് പഴനിയിലേതുപോലെ തലമുണ്ഡനം തന്നെയാണ്. മറ്റൊരു പ്രധാന വഴിപാടാണ് ഉത്സവ കൊടിയേറ്റ് ദിവസം രാവിലെ ക്ഷേത്രഗിരി വലം വെച്ചുകൊണ്ടുള്ള പാലഭിഷേക ഘോഷയാത്രയിൽ പങ്കെടുക്കുക എന്നതും എല്ലാ മാസത്തിലുമുള്ള ഷഷ്ടിവ്രതം എടുക്കുന്നതും. കാവടിയേന്തിയുള്ള ക്ഷേത്ര പ്രദക്ഷിണം, ദർശനം, കൂടാതെ പാലഭിഷേകം മുതൽ വിവിധ ദ്രവ്യങ്ങളാലുള്ള അഭിഷേകങ്ങളും വിവിധങ്ങളായ തട്ട്, വേൽ, പട്ട് സമർപ്പണങ്ങളും എല്ലാവിധ അർച്ചനകളും ഹോമങ്ങളും പൂജകളും പഞ്ചാമൃതം, പാൽപായസം, ശർക്കര പായസം തുടങ്ങിയവയും ശ്രീ മുരുകപ്പെരുമാളിന് വഴിപാടായി ക്ഷേത്രം കൗണ്ടറിൽ റെസീറ്റാക്കി സമർപ്പിക്കാവുന്നതാണ്. പ്രസാദങ്ങളും കൗണ്ടറിൽ ലഭ്യമാണ്. കൂടാതെ ഉപദേവതകൾക്ക് പ്രത്യേകമായി വെവ്വേറെ വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ്. തലമുണ്ഡനവും വഴിപാടുകളും പൂജകളും മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിൽ ദിവസവുമുള്ള അന്നദാനം രാവിലെ 9:30 മുതൽ 11:30 വരെയാണ്. തലമുണ്ഡന സമയം രാവിലെ 6:30 മുതൽ രാവിലെ 11 മണി വരെയാണ്. ക്ഷേത്ര ദർശന സമയം രാവിലെ 5 മണി മുതൽ 11:30 വരെയും വൈകിട്ട് 5 മണി മുതൽ 7:30 വരെയുമാണ്.